ഹായ്, വെൽക്കം ടു ലിയ. ഞാൻ ജിജി, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ചാലക്കുടി. നമ്മൾ ഇന്നിവിടെ ഒരു ബ്ലീച്ചിന്റെ ട്യൂട്ടോറിയൽ ആണ് കാണാൻ പോകുന്നത്. അതായത് നമ്മുടെ സ്റ്റുഡിയോയിൽ അക്കാഡമിയിൽ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഇതിന്റെ പ്രാക്ടിക്കലാണ് ഇന്ന് ചെയ്തു കൊടുക്കുന്നത്. ബ്ലീച്ച് എങ്ങനെ ചെയ്യാം, അതിന്റെ ചെയ്യേണ്ട വിധങ്ങൾ, അതിന് വേണ്ടുന്ന സാധനങ്ങൾ, അതൊക്കെയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും നിങ്ങൾക്കും കൂടി ഉപകാരപ്പെട്ട എന്ന രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നതും. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ക്ലയന്റിന്റെ പ്രിപ്പറേഷൻ ആണ്. ക്ലയന്റിനെ കൊണ്ടുവന്ന് നോക്കി അവരുടെ ഫേസ് ആദ്യം നമ്മളൊന്ന് സ്റ്റഡി ചെയ്ത് അവരുടെ സ്കിൻ ഏത് കണ്ടീഷനാണ്, എന്ത് തരം സ്കിന്നാണ് എന്നൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഏത് തരം ബ്ലീച്ചാണ് അവർക്ക് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അതായത് പലതരത്തിലുള്ള ബ്ലീച്ച് ഉണ്ട്. അതായത് പേളിന്റെ ബ്ലീച്ച് ഉണ്ട്, ഒലിവിയയുടെ ബ്ലീച്ച് ഉണ്ട്, ഓക്സിജൻ ബ്ലീച്ച് ഉണ്ട്, അതുപോലെ ഗോൾഡൻ ബ്ലീച്ച്, അതുപോലെ ഒരുപാട് തരത്തിലുള്ള ബ്ലീച്ചുകളുണ്ട്. അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെയും സ്കിൻ അനുസരിച്ചിട്ടാണ് നമ്മളത് ഡിസൈഡ് ചെയ്യുന്നത് എന്താണ് അവർക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളിപ്പോ ഈ കുട്ടിക്ക് ഒരു ചെറിയ ഡ്രൈനെസ് ഉള്ള ഒരു സ്കിന്നാണ്. അപ്പൊ നമ്മൾ ആൾക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഓക്സിജൻ ബ്ലീച്ച് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ട്രെയിൽ ഒരുക്കി വെച്ചു. അതുപോലെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തു, ടിഷ്യൂ പേപ്പർ, അതായത് അവരുടെ സ്കിന്നിൽ അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിൽ ആവാതിരിക്കാൻ വേണ്ടി അതിനൊരു കവറേജ് കൊടുത്തു. പിന്നെ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലീച്ച് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ഹെയറിലോ പുരികത്തുമേലോ ഒന്നും ആവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ ഹെയറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഹെയർ ക്യാപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡ്രസ്സിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ടവൽസും ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാം സെക്യൂർ ആയി. ഇനി നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് ഇത് അവരുടെ സ്കിന്നിലോ ഹെയറിലോ അല്ലെങ്കിൽ പുരികത്തിലോ ഡ്രസ്സിലോ ഒന്നും ആവുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ആഭരണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒന്ന് ഊരി മാറ്റേണ്ടതാണ്. അതായത് മാലയോ അല്ലെങ്കിൽ എന്താ പറയാ മൂക്കുത്തി പോലെയുള്ള ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഊരി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അതിനുശേഷം നമ്മൾ നല്ലൊരു ക്ലെൻസർ ഉപയോഗിച്ചിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഫേസ് വാഷ് ഇട്ട് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ ക്ലെൻസർ ഇട്ടിട്ട് നല്ല രീതിയിൽ നമ്മൾ ഫേസ് വാഷ് ചെയ്തെടുക്കണം. അതൊരു 2-3 മിനിറ്റ് മസാജിങ് കൊടുത്തിട്ട് 2 മിനിറ്റോളം നമ്മൾ മസാജിങ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ക്ലോക്ക് വൈസ് മസാജിങ് കൊടുത്ത് നോസിന്റെ സൈഡിലും കണ്ണിന്റെ കോർണറിലും സൈഡിലും എല്ലാം നല്ലോണം കവർ ചെയ്യുന്ന പോലെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കഴുത്തുൾപ്പെടെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്ത് തുടച്ചെടുക്കണം. ബ്ലീച്ച് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുള്ള ഒരു കാര്യമാണ്. കാരണം റെഗുലർ ആയിട്ട് ബ്ലീച്ച് ചെയ്യാമോ, അല്ലെങ്കിൽ എത്ര ഇന്റർവെല്ലിലാണ് ബ്ലീച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബ്ലീച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒത്തിരി പേര് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബ്ലീച്ച് സ്ഥിരമായിട്ട് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല. പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ ബ്ലീച്ച് ചെയ്യുന്നത് ഒരു 2-3 മാസത്തിലൊരിക്കലാക്കി മാറ്റുന്നതായിരിക്കും നല്ലത്. അതേസമയം ഓയിൽ സ്കിന്നുകാർക്കോ നോർമൽ സ്കിന്നുകാർക്കോ ഒക്കെ ബ്ലീച്ച് അത്യാവശ്യം മന്ത്ലി വൺസ് ഒക്കെ ആണെങ്കിലും ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മളിവിടെ നന്നായിട്ടത് ക്ലെൻസ് ചെയ്ത് ഫേസ് ഒന്ന് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പ്രൊസീജിയറിലേക്ക് പോവുകയാണ്. അതായത് ബ്ലീച്ചിന് മുമ്പേ തന്നെ നമ്മളൊരു പ്രീ ബ്ലീച്ച് അത് അപ്ലൈ ചെയ്യുന്നത് സ്കിന്നിന് നല്ലതാണ്. കാരണം ബ്ലീച്ചിന്റെ പ്രോബ്ലംസ് ഒക്കെ സ്കിന്നിലേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ആവാതിരിക്കാനായിട്ട് നമ്മൾ പ്രീ ബ്ലീച്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഓയിൽ സ്കിന്നുള്ളവർ ബ്ലീച്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ബ്ലീച്ച് പ്രത്യേകം സെലക്ട് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കണം. കോമ്പിനേഷൻ സ്കിന്നോ അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അലർജിറ്റിക് ആയിട്ടുള്ള ആൾക്കാരോ ആണെന്നുണ്ടെങ്കിൽ ബ്ലീച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അലർജി കസ്റ്റമേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ബ്ലീച്ചിലേക്ക് പോയാൽ മതി. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ലാക്ടോ ബ്ലീച്ച് ഉണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന പ്രീ ബ്ലീച്ച് ആണ്. പ്രീ ബ്ലീച്ച് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നല്ല മസാജിങ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ബ്ലീച്ചിങ്ങിന്റെ പ്രോസസ്സിലേക്ക് കിടക്കുന്നത്. ബ്ലീച്ച് ചെയ്യും അല്ലെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ കഴുത്തുൾപ്പെടെ കവിളിന്റെ 2 സൈഡിലും, അതുപോലെ തന്നെ ചുണ്ടിന്റെ സൈഡിലും, മൂക്കിന്റെ വശങ്ങളിലും, കണ്ണിന്റെ പോർഷനിൽ, നെറ്റി എല്ലാം ചേർത്ത് വേണം മസാജ് ചെയ്യാനായിട്ട്.
നമ്മൾ ഫേഷ്യലിൻ്റെ സ്റ്റെപ്പ് മസാജിങ് ചെയ്യുന്ന പോലെ തന്നെ നല്ല ഡീപ്ലി മസാജിങ് 2 മിനിറ്റ്സ് കൊടുക്കണം. ബ്ലീച്ച് നമുക്ക് സാധാരണ ഫേസിൽ മാത്രമല്ല, നമുക്ക് കയ്യിൽ, കാലിൽ, കഴുത്തിൻ്റെ പിൻഭാഗത്ത്, അതുപോലെ കഴുത്തിൻ്റെ പുറകുവശത്തൊക്കെ നമുക്ക് ബ്ലീച്ച് ഇടാം. അത് നമുക്ക് എവിടെയാണോ ടാൻ അധികമായിട്ടുള്ളത് അങ്ങനെ ഏത് ഏരിയയിൽ വേണമെങ്കിലും നമുക്ക് ബ്ലീച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫേസിൽ എടുക്കുന്ന ആ ഒരു അളവിലായിരിക്കരുത് നമ്മളുടെ പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിൽ കാണുന്ന പോലെ തന്നെ നമുക്കിതിപ്പോൾ ഫേസിലും കഴുത്തിലുമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മൾ ക്രീം എടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഡെവലപ്പർ ഒരു പിഞ്ച് അല്ലെങ്കിൽ 2 പിഞ്ച് അത്ര ആവശ്യമുള്ളൂ. അമിതമായിട്ട് അതങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം നമുക്ക് ടാൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്, ബേണിംഗ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ബ്ലീച്ച് ചെയ്യുന്നതിന് മുമ്പ് ഒരു ടെസ്റ്റിംഗ് നടത്തി അവർക്ക് അലർജി ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇപ്പോൾ ഇത് കണ്ടോ, ടീസ്പൂൺ ഇതിൽ ചെറിയൊരു സ്പൂണാണ്. അപ്പോൾ അതിൽ കാണിക്കുന്നത് വളരെ കുറഞ്ഞ എമൗണ്ടിൽ അല്പമാണ് നമ്മളത് പൗഡർ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് മതിയാവും. അതുപോലെ അത്രയും തന്നെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ലിപ്പിൽ കുറച്ച് ഹെയർ ഉണ്ട്. അപ്പോൾ അതൊന്നും അതിൻ്റെ കളറൊന്നും മിനിമൈസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അത്രയും എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഈ ക്രീമിനെ അപ്ലൈ ചെയ്യുമ്പോൾ ആണെങ്കിൽ പോലും നമ്മുടെ കൃതാവിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ നെറ്റിയുടെ സൈഡിലുള്ള മുടികളിലോ ഒന്നും ആവാതെ പ്രത്യേകം നമ്മളത് ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ ആ മുടി കുറച്ച് അതിൻ്റെ ബ്ലാക്ക് കളർ മാറിയിട്ട് ഒരു പെയിൽ യെല്ലോ കളറിലേക്കൊക്കെ മുടി വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്ലീച്ച് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൺപീരിയങ്ങളിലോ അല്ലെങ്കിൽ നെറ്റിത്തടത്തിലുള്ള മറ്റു മുടികളിലോ, അതായത് നമുക്ക് വേണ്ട നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് നെറ്റിത്തടത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ആ മുടികളിൽ പറ്റാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ കൃതാവിലൊക്കെ ആവാണ്ട് നോക്കണം. അതുപോലെ ഈ ക്രീം എടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ തരികൾ ഒട്ടുമില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ വിരൽത്തുമ്പ് വെച്ച് നല്ല രീതിയിൽ അത് ഡൈല്യൂട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ആ പൗഡർ കൂടി കിടക്കുന്ന ഭാഗത്ത് ചിലപ്പോൾ ഒരു ബേണിംഗ് സെൻസേഷനോ അല്ലെങ്കിൽ കട്ട പിടിച്ചിരിക്കുന്ന ഒരു രീതിയിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ ഫിംഗർ ടിപ്പ് ഉപയോഗിച്ചിട്ട് നല്ലോണം തരികളൊന്നും ഇല്ലാതെ ഉടച്ചെടുത്തതിന് ശേഷമാണ് നമ്മളത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ഇതിപ്പോൾ അവിടെ നല്ല രീതിയിൽ ക്രീം റെഡിയാക്കിയിട്ടുണ്ട്. വേറൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ താഴെ സൈഡിൽ നിന്ന് തന്നെ ഇട്ട് തുടങ്ങുകയാണ്. എന്ത് ക്രീമുകൾ അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ ഇതാ താഴത്തു നിന്നാണ് അപ്ലൈ ചെയ്ത് തുടങ്ങുന്നത്. ഇങ്ങനെ ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 10 മിനിറ്റ് തൊട്ട് 15 മിനിറ്റ് വരെ നമ്മളിത് ഫേസിൽ വെച്ചേക്കും. അത് ഓരോരുത്തരുടെയും സ്കിൻ കണ്ടീഷനും അവരുടെ പ്രോബ്ലത്തിനും അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ധാരാളം ഹെയർ ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10-15 മിനിറ്റ് വരെയൊക്കെ വെച്ചേക്കാം. അതല്ല അങ്ങനെ അധികം ഹെയർ ഒന്നും ഇല്ലാന്നൊക്കെ ഉണ്ടെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ നോക്കണം ഇത് എത്രത്തോളം ഡെവലപ്പിംഗ് ആയി, എന്തോരം ആയി എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ഇപ്പൊ ഈ കുട്ടിയുടെ മുഖത്തൊന്നും അധികം ഹെയർസ് ഒന്നുമില്ല, ലിപ്പിന്റെ ഭാഗത്ത് മാത്രമാണ് കുറച്ച് ഹെയർ ഉള്ളത്. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന്റെ ഭാഗത്ത് ഒരു 10 മിനിറ്റോളം വെച്ചിട്ട് ആ ലിപ്പിന്റെ ഏരിയയിൽ മാത്രം ഒരു 5 മിനിറ്റും കൂടെ എക്സ്ട്രാ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ പലതരത്തിലുള്ള ബ്ലീച്ചുകൾ നമുക്കിപ്പം അവൈലബിൾ ആണ്. അപ്പോൾ അലർജി ഉള്ള ആൾക്കാർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാക്ടോ ബ്ലീച്ച് എന്ന് പറയുന്ന ബ്ലീച്ച് ഉള്ളത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ബ്ലീച്ച് ചെയ്യാം. ഒരു 16 വയസ്സിന് മേലായിട്ടുള്ള പുരുഷന്മാരായാലും സ്ത്രീകളാണെങ്കിലും ആർക്കായാലും ബ്ലീച്ച് ചെയ്യാവുന്നതാണ്. പക്ഷെ ബ്ലീച്ചിന്റെ ആ ഒരു ഇന്റർവെൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 2-3 മാസത്തിൽ ഒരിക്കൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ബ്ലീച്ച് ചെയ്യുമ്പോൾ നല്ല ഒരു ലുക്ക് നമുക്ക് കിട്ടുന്നതാണ്. സ്കിൻ വളരെ ലൈറ്റനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, നല്ല നിറം വെച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ധാരാളമായിട്ട് പുറത്തു നിന്നൊക്കെ ബ്ലീച്ച് വാങ്ങിച്ചിട്ട് അവരുടെ ആ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് പലരും ബ്ലീച്ചൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്നവർ മിക്കവാറും കറുത്ത പാടൊക്കെ ആയിട്ടൊക്കെ പാർലറിൽ പിന്നീട് ഇതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിലെടുക്കുന്ന
അമോണിയ അതിൻ്റെ പൗഡേഴ്സ് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ആകാവുള്ളൂ. അതായത് 1 പിഞ്ച് അല്ലെങ്കിൽ 2 പിഞ്ച്, അതിൽ കൂടുതൽ ആവശ്യമില്ല. കൃത്യമായ ഒരു ഗൈഡൻസ് ഇല്ലാണ്ട് ബ്ലീച്ച് സ്വയം വീട്ടിൽ ചെയ്യുന്നതാണ് അതൊരു അപകടകരമായ രീതിയിലേക്ക് മാറിപ്പോകുന്നത്. നമുക്ക് മിനിമം ആയിട്ടുള്ള രീതിയിൽ അത് യൂസ് ചെയ്യാം. അതിപ്പോൾ നമ്മളിപ്പോൾ ഫേസിൽ യൂസ് ചെയ്തതുപോലെ തന്നെ കഴുത്തിൻ്റെ പിൻഭാഗത്തും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം. കൂടുതൽ വെയിലടിക്കുന്ന ഭാഗത്ത്, അധികം ടാനുള്ള ഏരിയയിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഒരിക്കലും ഒരു പാർലറിൽ ബ്ലീച്ച് മാത്രമായിട്ട് പോയി ചെയ്തിട്ട് പോവാൻ നിങ്ങൾ ശ്രമിക്കരുത്. ബ്ലീച്ച് ചെയ്യുന്നതിൻ്റെ ഒപ്പം അറ്റ്ലീസ്റ്റ് ഒരു ക്ലീനപ്പ് എങ്കിലും, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് മസാജ് എങ്കിലും എടുപ്പിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾ പോകാവുള്ളൂ. ഈവൻ ഇനി നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ഇത് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ കൂടി ബ്ലീച്ചിങ് കഴിഞ്ഞതിന് ശേഷം ഒരു 3 to 5 മിനിറ്റ്സ് ഫേസ് മസാജിങ് മസ്റ്റായിട്ടും കൊടുത്തിരിക്കണം. കാരണം ബ്ലീച്ച് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കിൻ കുറച്ച് ഡ്രൈ ആവും. ആ ഡ്രൈനെസ്സോടെ അങ്ങനെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും ടാൻ ഏൽക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് 3 to 5 മിനിറ്റ് മസാജിങ് കൊടുത്ത് സൺ പ്രൊട്ടക്ഷൻ ഇട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ പ്രൊസീജിയർ പൂർത്തിയാക്കി മടങ്ങാവൂ. വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ് നമ്മുടെ ഈ ബ്ലീച്ച് എന്ന് പറയുന്നത്. ബ്ലീച്ച് ഇടുന്ന കസ്റ്റമർക്ക് നമ്മൾ കണ്ണിൻ്റെ ഏരിയ പരമാവധി പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതാണ് നല്ലത്. കണ്ണിൻ്റെ താഴവും മുകളും ഒക്കെ നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. തന്നെയല്ല, നമുക്ക് അവിടെ ഒരു ഐ പ്രൊട്ടക്ഷൻ പാഡും കൂടെ കൊടുക്കുകയാണെങ്കിൽ കസ്റ്റമർ ഒരു ഡിസ്കംഫർട്ടും ഇല്ലാതെ അവിടെ ഇരിക്കുന്നതാണ്. കാരണം ഇതിൻ്റെ ചെറിയ ഗ്യാസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടിട്ട് അവർക്ക് കണ്ണിന് ഒരു ഇറിറ്റേഷനും വരാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു ഐപാഡ് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് സൺഡേയിൽ പ്രാക്ടിക്കൽ ക്ലാസ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ കുട്ടീൻ്റെ കണ്ണ് കവർ ചെയ്തു, ഹെയർ കവർ ചെയ്തു, അവരുടെ ഡ്രസ്സിലൊന്നും ആവാണ്ട് ഇതിങ്ങനെ കവർ ചെയ്തു, ഇങ്ങനെ സെറ്റ് ചെയ്ത് നമ്മളൊരു 10-15 മിനിറ്റ് 10 മിനിറ്റോളം മതി ഇത് വെച്ചു. അതിന് ശേഷം നമ്മൾ ഐപാഡ് റിമൂവ് ചെയ്തു. ഇനിയിപ്പോൾ ക്രീമുകളൊക്കെ നമ്മൾ മാറ്റും. ചെക്ക് ചെയ്ത് നോക്കണം. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മളുടെ ഫേസ് ഏതാണ്ട് ഓക്കെ ആയെന്ന് കഴിഞ്ഞാൽ ഫേസിൽ ഇത് നമ്മൾ മാറ്റിയിട്ട് ലിപ്പിൻ്റെ സൈഡ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ലിപ്പിൽ കുറച്ചും കൂടി ആവാനുണ്ട്. അപ്പം അത് കുറച്ച് നേരം അതവിടെ വെക്കുകയാണ്. ഈ ക്രീം എടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ പ്രൊസീജിയർ സത്യത്തിൽ കഴിയുന്നില്ല. ഇനി ഇതിനൊരു പോസ്റ്റ് ക്രീം ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ചില ബ്ലീച്ചിലൊന്നും അങ്ങനെ ഇല്ല. ഡയറക്റ്റ് ബ്ലീച്ച് ക്രീമും അതിൻ്റെ ആക്ടിവേറ്ററും മാത്രമാണ് ചില ബ്ലീച്ചിലൊക്കെ ഉള്ളൂ. അപ്പം നമ്മൾ പ്രീ ബ്ലീച്ചും പോസ്റ്റ് ബ്ലീച്ചും നമ്മൾ കരുതേണ്ടതാണ്. അതിനകത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മസാജിങ് ക്രീം നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഈ ബ്ലീച്ചിൽ അതിന് പോസ്റ്റ് ബ്ലീച്ച് ഉണ്ട്. അപ്പോൾ ഇതെടുത്തതിന് ശേഷം നമ്മൾ ആ ബ്ലീച്ച് ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് മസാജിങ് കൊടുക്കും. ഒറ്റയടിക്ക് ബ്ലീച്ച് തുടച്ച് മാറ്റാണ്ട് ഓരോ ഏരിയയിൽ എത്രത്തോളം ഡെവലപ്പ് ആയി എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കി വെച്ച് അതാത് സ്ഥലത്തെ ബ്ലീച്ച് മാത്രം നമുക്ക് റിമൂവ് ചെയ്താൽ മതിയാവും. വളരെ കാലം മുമ്പ് തൊട്ട് തന്നെ ബ്ലീച്ച് ആളുകൾ നമ്മൾ സ്കിൻ ലൈറ്റനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായ അളവിൽ പരിമിതമായ അളവിൽ കൃത്യമായ ഇൻ്റർവെല്ലിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്ലീച്ച് യാതൊരുവിധ ദോഷങ്ങളും സ്കിന്നിന് ഉണ്ടാക്കുന്നില്ലെന്ന് മാത്രമല്ല, സ്കിൻ വളരെ ലൈറ്റനായിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് ഓവർ യൂസ് വരുമ്പോഴാണ് ഈ അധിക പ്രശ്നങ്ങളും കാരണമാകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ബ്ലീച്ചിങ് കഴിഞ്ഞപ്പോൾ ആ ഫേസിൽ ഉണ്ടായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ. നല്ല ക്ലിയർ ആയി, സ്കിൻ വളരെ നീറ്റായി ക്ലിയർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു പോസ്റ്റ് ക്രീമും കൂടി യൂസ് ചെയ്യാൻ പോകണം. അതുപോലെ ബ്ലീച്ചൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ടവൽസും സ്പോഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിരിക്കണം, നല്ല പെർഫെക്റ്റ് ആയിരിക്കണം.
ഇതൊരു അക്കാഡമിയാണ്. ഇവിടെ നമ്മൾ ബ്യൂട്ടീഷ്യൻ ഡിപ്ലോമ കോഴ്സാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് അവർക്കുള്ള പ്രാക്ടിക്കൽ സൗകര്യങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതൊന്ന് പോസ്റ്റ് ബ്ലീച്ച് ആണ്. ഇനി അതിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് മസാജിങ് കൊടുക്കും. പോസ്റ്റ് ബ്ലീച്ച് ഇല്ലാത്ത കേസിലാണ് ഞാൻ പറഞ്ഞത്, ഒന്നെങ്കിൽ അലോവേറയുടെ ജെല്ല് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുക്കുംബറിന്റെ ജ്യൂസോ പാക്കോ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബീറ്റ്റൂട്ടിന്റെ ജ്യൂസ് ഇട്ടിട്ട് ഒക്കെ നമുക്ക് ഇതുപോലെ മസാജ് ചെയ്യാവുന്നതാണ്. ഇനി ഒന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീടുകളിലൊക്കെ ചെയ്യുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോളിയം ജെല്ലി, അതായത് നമ്മുടെ വാസലിൻ ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്കൊരു മസാജിങ് കൊടുക്കാവുന്നതാണ്. ഈ മസാജിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നല്ലോണം ഫേസ് വൃത്തിയാക്കി തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു സൺ പ്രൊട്ടക്ഷനും കൂടെ യൂസ് ചെയ്തതിന് ശേഷമാണ് കസ്റ്റമറെ പറഞ്ഞയക്കേണ്ടത്. അല്ലാണ്ട് വെറുതെ അങ്ങനെ പുറത്തേക്ക് പോകാൻ പാടില്ല. ഒരു സൺ പ്രൊട്ടക്ഷൻ, അതൊരു SPF 50 to 100 റേഞ്ചിലുള്ള ഒരു സൺ പ്രൊട്ടക്ഷനും കൂടെ യൂസ് ചെയ്തതിന് ശേഷമാണ് അവരെ നമ്മൾ പുറത്തേക്ക് വിടേണ്ടത്. അവർക്ക് കുറച്ച് ആഫ്റ്റർ കെയർ കാര്യങ്ങളും കൂടെ പ്രത്യേകം പറഞ്ഞു കൊടുക്കണം. അതായത് നമ്മൾ ബ്ലീച്ച് ചെയ്ത ദിവസം സെയിം ഡേയിൽ നമ്മൾ സോപ്പോ മറ്റ് ഫേസ് വാഷുകളോ ഒന്നും ഫേസിൽ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ബ്യൂട്ടി പ്രൊഡക്ട്സോ കോസ്മെറ്റിക്സോ ഒന്നും തന്നെ സൺ പ്രൊട്ടക്ഷൻ ക്രീം അല്ലാതെ, ഒരു മോയ്സ്ചറൈസർ അല്ലാതെ വേറൊരു സാധനവും ഫേസിൽ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് സ്കിന്നിന് നല്ലത്. നല്ല രീതിയിലൊരു ഐ മസാജും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല റിസൾട്ടും, നല്ല സ്കിൻ, ഇപ്പോൾ ഈ കുട്ടീനെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നല്ല രീതിയിൽ സ്കിൻ ലൈറ്റൻ ആയിട്ടുണ്ട്, നല്ല ഫേസൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്, കഴുത്തും ഫേസും ഒക്കെ നല്ല നീറ്റായിട്ട് ക്ലിയർ ആയിട്ടുള്ളതായിട്ട് നമുക്കിത് മനസ്സിലാകുന്നുണ്ട്. ബ്ലീച്ച് നല്ല രീതിയിൽ ചെയ്താൽ, നമ്മൾ ചെയ്യേണ്ട മാതിരി ചെയ്താൽ, നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവാണ്, വളരെ നല്ലതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ബ്ലീച്ച് എന്താണെന്നും ബ്ലീച്ച് ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്നും എത്ര വോളിയത്തിലാണ് ആ പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കേണ്ടതെന്നും അതുപോലെ തന്നെ നമ്മൾ അതിന് മുമ്പ് ക്ലയൻസിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നും ഒക്കെ ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഏതാണ്ട് ഒരു 20 to 30 മിനിറ്റ്സ് എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അല്ലാണ്ട് വേഗം ഒരു കുറച്ച് ക്രീം എടുത്തു, കുറച്ച് ഡെവലപ്പർ ഇട്ടു, ഫേസിലിട്ടു, ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളഞ്ഞു, ആ രീതിയിലല്ല നമ്മൾ ബ്ലീച്ച് ചെയ്യേണ്ടത്. ഇതൊരു ക്ലീനപ്പ് ഒക്കെ പോലെ അല്ലെങ്കിൽ ഒരു ഫേഷ്യലൊക്കെ പോലെയുള്ള ഒരു ലോങ് പ്രൊസീജിയറാണ്. അങ്ങനെ തന്നെ വേണം നമ്മൾ ഫേസിൽ ബ്ലീച്ച് ചെയ്യാനായിട്ട്. അപ്പോഴാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫലം കിട്ടുകയുള്ളൂ. ഫേസിൽ ഡ്രൈനെസ് ഉണ്ടാവില്ല, ഫേസ് നല്ല ക്ലിയർ ആയിട്ടിരിക്കും. സാധാരണ ബ്ലീച്ച് ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ കംപ്ലൈൻറ്റ് ഫേസ് അല്ലെങ്കിൽ സ്കിന്ന് ഡ്രൈ ആവുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ പ്രോപ്പറായിട്ടുള്ള വഴിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ ഉണ്ടാവുന്ന ഡ്രൈനെസ് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ കണ്ണിന് യാതൊരു ഇറിറ്റേഷനും ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ മറ്റ് ഹെയറിലൊന്നും പറ്റാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്നും ഡിസ്കളറേഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. എനിക്കിപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും, ഇത്ര നീറ്റായിട്ട് ക്ലിയർ ആയിട്ടുണ്ട് ഒരു ബ്ലീച്ചിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫേസ് കണ്ടോ. ഈ കുട്ടി നമ്മുടെ ഇവിടെ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ നമ്മൾ ഒരു മോഡലാക്കി എടുത്ത് വെച്ചിട്ട് മറ്റു കുട്ടികൾക്കൂടെ കാണിച്ചു കൊടുത്താണ്. അപ്പോൾ നമ്മൾ ആളുടെ അടുത്ത് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കാം. നല്ല നീറ്റായിട്ടുണ്ട് ആളുടെ അഭിപ്രായമാണ്.